ദുബായ് ക്രീക്കിൽ നിന്ന് ഞങ്ങൾ ബോട്ടിലാണ് ബർദുബായ്ക്ക് പോണത്. ഡേറയിൽ നിന്ന് ബർദുബായ്ക്ക് ബോട്ടിൽ പോണത് ബർദുബായ് കാണാൻ വേണ്ടി മാത്രമല്ല, ആ ഒരു പ്രത്യേക തരത്തിലുള്ള ബോട്ട് യാത്രയും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡേറ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രീക്ക് എത്തും. ഇതുപോലെ നടുവിൽ മരത്തിന്റെ ബെഞ്ചോട് കൂടിയിട്ടാണ് എല്ലാ ബോട്ടുകളും ഉള്ളത്. ഒരുപാട് കാലങ്ങളായിട്ട് ദുബായിലുള്ള ഒരു ട്രഡീഷണൽ സിസ്റ്റമാണിത്. ഈ ഒരു പോർട്ട് തന്നെയാണ് ദുബായിലെ ആദ്യത്തെ പോർട്ടായിട്ട് അറിയപ്പെടുന്നതും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാലോ, ഒരുപാട് കാലങ്ങളായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഇതെന്ന്. ദുബായിലുള്ള ലോക്കൽ കച്ചവടക്കാരുടെ അടുത്തേക്ക് പോകാനാണ് ടൂറിസ്റ്റുകൾ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ മോഡേൺ ബോട്ടുകളൊന്നും അല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ദുബായ് ക്രീക്കിന്റെ ആ ഒരു പഴമ നിലനിർത്തി കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഇതുപോലത്തെ ബോട്ടുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഡേറയും ബർദുബായി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കുറച്ച് സമയത്തെ ബോട്ട് യാത്ര ഒക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ബർദുബായി എത്തി. ദുബായ് ഡേറ പോലെ തന്നെ ഒരുപാടധികം ഷോപ്സ് ഉള്ള സ്ഥലമാണ് ഈ ബർദുബായ് ഏരിയ. ഡേറ ഒരുപാടധികം നേരം ചുറ്റി കണ്ട സ്ഥിതിക്ക് ഇവിടെ അധികം കറങ്ങാൻ നിന്നില്ല. നടന്ന ക്ഷീണം മാറ്റാൻ അവിടുന്ന് ഒരു ഷുഗർ കെയിൻ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോണത് അൽ ഗുബൈബ മെട്രോ സ്റ്റേഷനിലേക്കാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഇന്റർനാഷണൽ സിറ്റിയിലേക്ക് ബസ്സിനാണ് പോയത്.